ഹായ് നമസ്കാരം. വോയിസ് ഓഫ് മുജീബിലേക്ക് അവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക. T20 വേൾഡ് കപ്പിൽ കൊളംബോയിൽ പാകിസ്ഥാനെ മലർത്തിയടിച്ച് ഇന്ത്യ. ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിങ്ങിന് അയക്കപ്പെട്ട ഇന്ത്യക്ക് വേണ്ടി ഇന്ന് ഓപ്പൺ ചെയ്തത് അഭിഷേക് ശർമ്മയും ഇഷാൻ കിഷനുമായിരുന്നു. സ്കോർ ബോർഡ് തുറക്കും മുന്നേ തന്നെ അഭിഷേക് ശർമ്മയെ ഇന്ത്യക്ക് നഷ്ടമായി. ക്യാപ്റ്റൻ സൽമാൻ ആഗ്ഗയുടെ ബൗളിങ്ങിലാണ് അഭിഷേക് ശർമ്മ 0-ന് പുറത്തായത്. ഇന്ന് പക്ഷേ സ്പിന്നർമാർ കൂടുതൽ പന്തെറിഞ്ഞ ദിനമായിരുന്നു കൊളംബോയിൽ കണ്ടത്. പാകിസ്ഥാൻ ക്യാപ്റ്റൻ പല പരീക്ഷണങ്ങളും നടത്തി. ഇന്ന് ഷഹീൻ അഫ്രീദി പേസ് ബോളർ വെറും 2 ഓവർ മാത്രമാണ് എറിഞ്ഞത്. അതിൽ 1 ഓവർ ഏറ്റവും അവസാനത്തെ ഓവറുമായിരുന്നു. ബാക്കിയെല്ലാം പാർട്ട് ടൈം ബൗളേഴ്സ്, സ്പിൻ ബൗളേഴ്സുമാണ് എറിഞ്ഞു തീർത്തത്. സെയിം അയൂബ് 4 ഓവറുകൾ പന്തെറിഞ്ഞ് 25 റൺസ് മാത്രം വിട്ടുകൊടുത്ത് 3 വിക്കറ്റുകളും നേടി. എന്നാൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഉസ്മാൻ താരിഖ് 1 വിക്കറ്റ് മാത്രമാണ് നേടിയുള്ളൂ എങ്കിലും 4 ഓവറിൽ വെറും 24 റൺസ് മാത്രമാണ് വിട്ടുകൊടുത്തത്. ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവിൻ്റെ വിക്കറ്റാണ് ഉസ്മാൻ താരിഖ് നേടിയത്. ഇന്നത്തെ മത്സരത്തിൻ്റെ ഹൈലൈറ്റ്സ് തീർച്ചയായിട്ടും ഇഷാൻ കിഷൻ്റെ ആ ഒരു ഇന്നിങ്സ് തന്നെയായിരുന്നു. 40 പന്തുകൾ നേരിട്ട് 77 റൺസ്, 3 സിക്സുകളും 10 ഫോറുകളുമായിരുന്നു ആ അത്യുജ്വല ഇന്നിങ്സിൽ അടങ്ങിയിരുന്നത്. പിന്നീട് ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവും തിലക് വർമ്മയും ഒരു പാർട്ട്ണർഷിപ്പ് പടുത്തുയർത്തിയെങ്കിലും സ്കോറിങ്ങിന് വേഗത കുറവായിരുന്നു. 24 പന്തുകൾ നേരിട്ടാണ് തിലക് വർമ്മ 25 റൺസ് നേടിയത്. 29 പന്തുകൾ നേരിട്ടാണ് സൂര്യകുമാർ യാദവ് 32 റൺസ് നേടിയത്. പക്ഷേ പിന്നീട് അവസാനത്തിലുള്ള ശിവം ദൂബെയുടെ ഒരു അതിവേഗ ഇന്നിങ്സ് ആയിരുന്നു 175 എന്ന സ്കോറിലേക്ക് ഇന്ത്യയെ എത്തിക്കാൻ സഹായിച്ചത്. 176 ചേസ് ചെയ്യാൻ ഇറങ്ങിയ പാകിസ്ഥാനെ തുടക്കം മുതൽ ഇന്ത്യൻ ബൗളേഴ്സ് അനങ്ങാൻ അനുവദിച്ചില്ല. പവർ പ്ലേ ഓവറുകളിൽ ഇന്ത്യ നേടിയെടുത്തത് 4 വിക്കറ്റുകളാണ്. ഹർദിക് പാണ്ഡ്യയും ബുംറയും ഒരു 1.5 സ്പെല്ലായിരുന്നു അത്. അവിടെ തന്നെ പാകിസ്ഥാൻ്റെ കഥ കഴിഞ്ഞു എന്ന് വേണം പറയാൻ. ഹർഷദീപ് സിംഗിന് പകരം ടീമിൽ ഇടം നേടിയ കുൽദീപ് യാദവും വരുൺ ചക്രവർത്തിയും അക്സർ പട്ടേലും എല്ലാം വളരെ മികച്ച രീതിയിൽ തന്നെ പന്തെറിഞ്ഞു. ഇന്ത്യൻ നിരയിലും പാർട്ട് ടൈം ബൗളറായി വന്ന് തിലക് വർമ്മ 2 ഓവർ പന്തെറിഞ്ഞ് 11 റൺസിന് 1 വിക്കറ്റ് നേടി. റിങ്കു സിംഗ് ബൗൾ ചെയ്തിരുന്നു. ഇന്ന് കൊളംബോയിൽ ഓസ്ട്രേലിയ സിംബാബ്വെക്കെതിരെ എന്ത് പിഴവാണോ വരുത്തിയത് ആ പിഴവ് ഇന്ന് വീണ്ടും ആവർത്തിക്കുകയായിരുന്നു പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ എന്ന് വേണം പറയാൻ. കാരണം ഓസ്ട്രേലിയ ടോസ് ലഭിച്ചു, സിംബാബ്വെ ബാറ്റിങ്ങിന് അയച്ചു. സിംബാബ്വെ തരക്കേടില്ലാത്ത 169 നേടി ഓസ്ട്രേലിയക്കെതിരെ 23 റൺസിൻ്റെ അട്ടിമറി ജയം നേടിയിരുന്നു. ടോസ് ലഭിച്ചത് പാകിസ്ഥാനായിരുന്നു, ഇന്ത്യ ബാറ്റിങ്ങിന് അയച്ചു. അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇന്നത്തെ മത്സരത്തിൻ്റെ ഹൈലൈറ്റ്സ് ഇഷാൻ കിഷൻ്റെ ആ ഒരു ഇന്നിങ്സ് തന്നെയായിരുന്നെന്ന്. ആ ഒരു കരുത്തിൽ തന്നെയാണ് 175 എന്ന ആ ഒരു ടോട്ടൽ പടുത്തുയർത്താൻ കഴിഞ്ഞത്. അതിൻ്റെ ബലത്തിൽ തന്നെയാണ് ഇന്ത്യ ജയിച്ചു കയറിയത്. ബുംറ, ഹാർദിക് പാണ്ഡ്യ, വരുൺ ചക്രവർത്തി, അക്സർ പട്ടേൽ ഇവരെല്ലാം ഈ 2 വിക്കറ്റുകൾ നേടിയെടുത്തു. ഒരു നിലക്കും പഴുതുകൾ അനുവദിച്ചിട്ടില്ല പാക് ബാറ്റേഴ്സിന്. തിലക് വർമ്മയും കുൽദീപ് യാദവും ഓരോ വിക്കറ്റുകൾ നേടിയെടുത്തു. 61 റൺസിൻ്റെ ഒരു അത്യുജ്വല വിജയം കൊളംബോയിൽ ഇന്ന് ഇന്ത്യ പാകിസ്ഥാനെതിരെ നേടുമ്പോൾ ക്രിക്കറ്റ് ലോകം ആവേശത്തിലാണ്, ആഘോഷത്തിലാണ്. പക്ഷേ അതിൻ്റെ കൂടെ ഇന്ത്യൻ ക്രിക്കറ്റ് പ്രേമികളിൽ സഞ്ജു ആരാധകർ നിരാശയിലാണ് പാകിസ്ഥാനെതിരെ കളിക്കാൻ കഴിയാത്തതിൽ. പക്ഷേ തീർച്ചയായും ഗ്രൂപ്പ് തലത്തിൽ നടക്കുന്ന അവസാന മത്സരം 18-ാം തീയതിയാണ്, നെതർലാൻഡിനെതിരെയാണ്. ആ ഒരു മത്സരത്തിൽ സഞ്ജു സാംസനെ ഇറക്കും എന്നു തന്നെയാണ് ക്രിക്കറ്റ് പ്രേമികൾ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ആവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. നിങ്ങളുടെ സ്വന്തം വോയിസ് ഓഫ് മുജീബ് ക്രിക്കറ്റ് വിശേഷങ്ങളുമായി നിങ്ങളിലേക്ക് വീണ്ടും വരും. ആദ്യമായി വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക. ഗുഡ് ബൈ.